ഡോക്ടർ, എന്താണ് റൂട്ട് കനാൽ ചികിത്സ എന്ന് പറയുന്നത്? റൂട്ട് കനാൽ ചികിത്സ എന്താണെന്ന് അറിയുന്നതിന് മുൻപ് നമുക്ക് പല്ലിൻ്റെ ഘടനയെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോവാം. അതായത് നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ പുറത്ത് കാണുന്ന വെളുത്ത നിറത്തിലുള്ള ക്രൗൺ എന്ന് പറയുന്ന ഭാഗവും അതിൻ്റെ അകത്തേക്ക് റൂട്ടിനെ എല്ലുമായി ബന്ധിപ്പിക്കുന്ന റൂട്ട് എന്ന് പറയുന്ന ഒരു ഭാഗവും നമുക്ക് പല്ലിന് ഉണ്ട്. അത് പല്ലിൻ്റെ ക്രൗൺ ആൻഡ് റൂട്ട് പാർട്ട്. ഇനി നമ്മൾ ഈ പുറത്ത് കാണുന്ന ക്രൗണിൽ തന്നെ നമ്മൾ ഈ പുറത്ത് കാണുന്ന ആവരണം, ഇനാമൽ എന്നാണ് അതിന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ ഓർഗനാണ് ഇനാമൽ. അതിൻ്റെ അകത്ത് ഡെൻറ്റിനും അതിനകത്ത് ഞരമ്പുകൾ, നാഡീഞരമ്പുകൾ പോകുന്ന പൾപ്പ് എന്ന് പറയുന്ന അവയവവും ഉണ്ട്. നമുക്ക് എപ്പോഴാണ് ഈ റൂട്ട് കനാൽ ആവശ്യമായി വരുന്നത്? അതായത് നമുക്ക് സാധാരണയായി വരുന്ന കേരീസ്, ദന്തക്ഷയം നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അത് അകത്തേക്ക് പോയി നമ്മളുടെ പൾപ്പിൻ്റെ അടുത്ത് വരെ എത്തുമ്പോൾ നമ്മളുടെ പേഷ്യൻറ്റിന് വേദനയും പുളിപ്പ്, അസഹനീയമായ പുളിപ്പ്, ചൂടോ തണുപ്പോ തട്ടുമ്പോൾ പുളിപ്പ്, അതേപോലെ തന്നെ ആഹാരം ചവയ്ക്കുമ്പോൾ വേദന, ചില അവസരങ്ങളിൽ അത് നീര് ഒക്കെയായി വരുന്ന അവസരങ്ങൾ വരും. ആ സമയത്ത് നമ്മൾ എന്തായാലും നമ്മുടെ റൂട്ടിൻ്റെ പൾപ്പിൻ്റെ അകത്തേക്ക് ഇൻഫെക്ഷൻ ബാധിച്ച ഒരവസ്ഥയാണിത്. ഈ ഒരു അവസ്ഥയിൽ പിന്നീട് നമുക്ക് ചെയ്യാവുന്ന ആകെ കാര്യം റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നീട് നമുക്ക് സാധാരണ രീതിയിലുള്ള ഫില്ലിങ്ങുകളോ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് പോസിബിൾ അല്ലാത്ത ഒരു അവസ്ഥയിൽ വരും. ഇത് മാത്രമല്ല, റൂട്ട് കനാൽ ചിലപ്പോൾ പല്ല് പൊട്ടുക, നമുക്കറിയാമല്ലോ, കുട്ടികളൊക്കെ അതേപോലെ തന്നെ ആക്സിഡൻസിലുമൊക്കെ പല്ലുകൾ പൊട്ടുമ്പോൾ ചിലപ്പോൾ പല്ല് പൊട്ടി ഞരമ്പിൻ്റെ ലെവൽ വരെ പൊട്ടലെത്താം, പൊട്ടി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യാം. ആ അവസരങ്ങളിലും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ ഡോക്ടർ, മനസ്സിലായി. അപ്പോൾ നമ്മൾ ദന്തക്ഷയം വരാതെ എങ്ങനെയാണ് പല്ലുകളെ സംരക്ഷിക്കാൻ പറ്റുക? അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് റൂട്ട് കനാൽ എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയിലേക്ക് ഇത് മാറുന്നത്? അതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ കേട് വന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ദന്തക്ഷയം എന്തുകൊണ്ടാണ് വരുന്നത്? പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീനിങ് ശരിയാവാതെ നമ്മുടെ പാൽപ്പല്ലുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു 6 മാസം ആകുമ്പോഴത്തേക്കും കുട്ടിയുടെ പാൽപ്പല്ല് മുളച്ചു തുടങ്ങും. അത് മാറി പെർമനൻറ്റ് ടീത്ത് ഒരു 6 വയസ്സിൽ പെർമനൻറ്റ് ടീത്തുകൾ വന്ന് തുടങ്ങും. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ പല്ല് മുളച്ച് തുടങ്ങുന്ന അവസരത്തിൽ തന്നെ നമ്മൾ ക്ലീനിങ്, പല്ല് പ്രോപ്പറായി ബ്രഷിങ്ങും, കുഞ്ഞുങ്ങളിൽ ബ്രഷിങ് പറ്റില്ല, ക്ലീനിങ്ങും, അതേപോലെ തന്നെ അഡൽസിൽ ബ്രഷിങ്, നമ്മൾ രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്ത് നമ്മൾ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കാത്ത അവസരങ്ങളിൽ ഈ പ്ലാക്ക് എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് നമ്മുടെ ടൂത്തിൽ ഒട്ടിപ്പിടിച്ച് ബാക്ടീരിയ അതിൽ ആക്ട് ചെയ്ത് അത് ഡീകെ സ്റ്റാർട്ട് ചെയ്യും. അതായത് ദന്തക്ഷയം ആരംഭിക്കും. തുടക്കത്തിലേ ഇത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഈ ദന്തക്ഷയം അകത്തേക്ക് വ്യാപിച്ച്, അതായത് ഇനാമലിനെ ദ്രവിപ്പിച്ച്, ഡെൻറ്റിനെ ദ്രവിപ്പിച്ച് അത് പൾപ്പിൻ്റെ ആ ലെവൽ വരെ എത്തും. ആ ഒരു അവസരത്തിലാണ് നമുക്ക് വേദന വരുന്നത്. അപ്പോൾ നമ്മൾ ബ്രഷിങ്ങും അതിനുശേഷം അതേപോലെ തന്നെ ഫ്ലോസിങ്, നമ്മൾ ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യാത്ത കാര്യമാണ്, പക്ഷേ നമുക്ക് വളരെ അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഫ്ലോസിങ്. നൂല് പോലെയുള്ള വാക്സ്ഡ് നൂലുകൾ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് ഇൻ്റർഡെൻ്റൽ ഫ്ലോസിംഗ് എന്ന് പറയും. പല്ലിൻ്റെ ഇടഭാഗങ്ങളും നമ്മൾ വൃത്തിയാക്കണം. രാത്രിയിൽ നിർബന്ധമായും ബ്രഷ് ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ജങ്ക് ഫുഡ്, കോള, അങ്ങനെ സ്വീറ്റ് ആൻഡ് ഡ്രിങ്ക്സ്, അതൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന നമ്മളുടെ യങ്സ്റ്റേഴ്സൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ കൊള്ളാം. അതിനുശേഷം പല്ല് വൃത്തിയായി സൂക്ഷിക്കാനും നമുക്ക് അവരോട് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാതെ പോയി കഴിയുമ്പോഴാണ് നമ്മൾക്ക് ഈ ദന്തക്ഷയത്തിലേക്ക് വഴിവെക്കുന്നത്.